ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യ തുർക്കിയുമായി വലിയ രീതിയിൽ ഇടയാനുള്ളൊരു സാധ്യത കാണുന്നു. ഇന്ത്യയുടെ വ്യാപാരികൾ ഓൾറെഡി തുർക്കിയെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ജാമ്യ വലിയ സർവകലാശാല പോലും തുർക്കിക്ക് വലിയ ബഹിഷ്കരണം ഏർപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. JNU ബഹിഷ്കരണം ഏർപ്പെടുത്തുന്നു. തുർക്കിയിലുള്ള ആപ്പിളുകളും മാർബിളുകളും അടക്കം നമ്മുടെ രാജ്യം ബഹിഷ്കരിക്കാനായി പോവുകയാണ്. എന്നിട്ടും തുർക്കിക്ക് അഹങ്കാരം കുറയുന്നില്ല. തുർക്കിയുടെ എർദോഗാൻ ഇന്നും പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെ ഞങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ്. ഇപ്പോഴിതാ വരുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം, ഈ റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താനായി ട്രംപ് പെടാപ്പാട് പെടുകയാണ്. കാരണം ട്രംപിന് ഈ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തിയിട്ട് വേണം നോബൽ പീസ് പ്രൈസ് മേടിക്കാനുള്ള കാര്യങ്ങളുടെ കോപ്പ് കൂട്ടാൻ എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ട് വരുന്ന റിപ്പോർട്ട്. എന്ത് തന്നെയായിരുന്നാലും റഷ്യ യുക്രൈൻ യുദ്ധം നടത്താനായി തുർക്കിയിലെ ഇസ്താംബുളിൽ വെച്ച് ഒരു ചർച്ച നടത്താനുള്ള ഒരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അജ്ഞാത കാരണത്താൽ തുർക്കിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അതായത് റഷ്യ തുർക്കിയിലേക്ക് പോകുന്നില്ല, അവിടെ വെച്ച് ചർച്ച നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ പുടിൻ പറഞ്ഞിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തുർക്കിയിൽ വെച്ച് ചർച്ച വേണ്ട എന്ന് തന്നെയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഇന്ത്യ തുർക്കിക്കെതിരെ വലിയ രീതിയിലുള്ള നയതന്ത്ര നീക്കങ്ങൾ നടത്തുമ്പോഴാണ് ഇപ്പോൾ റഷ്യയും അമേരിക്കയും തുർക്കിയെ ഒഴിവാക്കി മറ്റൊരു വേദി കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ചർച്ചകളെ പിന്തുണയ്ക്കുന്നതിനായി ഒരു കൂട്ടം വിദഗ്ധരെ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അന്താരാഷ്ട്ര സൈനിക സഹകരണ ഡയറക്ടറേറ്റിന്റെ ഡെപ്യൂട്ടി മേധാവിയും ഉൾപ്പെടുന്നു. ഉക്രൈനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ വ്യാഴാഴ്ച തുർക്കിയിലെ ഇസ്താൻബുളിൽ പുനരാരംഭിക്കാനാണ് ഇരുന്നത്. എന്തായാലും സമാധാനം കൂടുതൽ ആഗ്രഹിക്കുന്ന യുക്രൈനോ റഷ്യയോ ആണെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് അങ്ങനെയാണ് സ്ഥാപിക്കാനായി ശ്രമിക്കുന്നത്. ഭയമില്ലെങ്കിൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്റെ റഷ്യയിൽ എതിരാളികളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്നാണ് റഷ്യ പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മിഡിൽ ഈസ്റ്റിൽ 3 രാഷ്ട്ര സന്ദർശനം നടത്തുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുർക്കിയിലെ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന് ഒരു US ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യ യുക്രൈൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. 3 വർഷത്തിലേറെ നീണ്ട യുദ്ധം താൽക്കാലികമായി നിർത്താൻ ഇരു രാജ്യങ്ങളും 30 ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കണമെന്ന് US പ്രസിഡന്റ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. സെലൻസ്കിയുടെ അടിയന്തര വെടിനിർത്തൽ നിർദ്ദേശത്തെ പിന്തുണച്ചിരുന്നു. എന്നാൽ ഇത്തരമൊരു വെടിനിർത്തലിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്ന ചർച്ചകൾ ആരംഭിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പുടിൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ തുർക്കി ഒഴിവാക്കി വേറൊരു രാജ്യത്തിലേക്ക് സമാധാന ചർച്ച കൊണ്ടുപോകാനാണ് അമേരിക്കയും റഷ്യയും ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.